ചങ്ങായി വ്ളോഗ്. ഹലോ മക്കളെ, 3ാം ക്ലാസ് ഇംഗ്ലീഷ് യൂണിറ്റ് 1 ടെൻഡർ ടച്ച്. സ്നേഹപൂർവമായ ടച്ച്, സ്പർശനം, സൗമ്യമായ ഒരു തൊടൽ, സ്നേഹപൂർവമായ സ്പർശനം. അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ദ കോട്ടിങ്സ് അണ്ടർ ദ പിക്ചർ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹേർട്സ് ടു ലവ്. മദർ തെരേസ. മദർ തെരേസ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? പാവങ്ങളുടെ അമ്മ എന്ന് വിളിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ മദർ തെരേസ. കഷ്ടപ്പെടുന്നവരെയും വേദനിക്കുന്നവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ നീക്കിവെച്ച ആളാണ് മദർ തെരേസ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് എന്താണ്? ഓട്ടമത്സരം നടക്കുന്നു. ഒരു കുട്ടി വീണ് കാലിലൊക്കെ മുറിയായിട്ടുണ്ട് അല്ലേ? ഒരാളെന്ന് ഓട്ടത്തിൻ്റെ ഇടയിൽ വന്ന് ഇയാളെ സഹായിക്കുന്നുണ്ട് അല്ലേ? ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ ദയയുണ്ട്, കൈൻഡ്നെസ് ഉണ്ട്. ദയ എല്ലാവർക്കും അത്യാവശ്യമായ ഒന്നാണ് മനുഷ്യന് ദയ. കൈൻഡ്നെസ് ഈസ് എ ലാംഗ്വേജ് everyone understands, and helping others is a beautiful way to express it. helping others എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുകയാണ് നമ്മുടെ മനസ്സിലെ ദയ കാണിക്കാനുള്ള ഒരു ബ്യൂട്ടിഫുൾ വേ. This lesson, Tender Touch, teaches how a small act of support can give someone the courage to overcome their fears and help them reach their full potential. ഈ യൂണിറ്റിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്, എന്താണ് കാണുന്നത്? ഒരു ചെറിയ പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഫിയറിനെ അതിജീവിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും ഒക്കെ കഴിയും. അതിനൊക്കെ പറ്റിയ ഒരു ടെൻഡർ ടച്ച് ആണ് നമ്മുടെ ഈ പാഠഭാഗത്തും കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ യൂണിറ്റിലേക്ക് പോകാം. ടെൻഡർ ടച്ച്. ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. നിങ്ങളുടെ കൈകൾ മറ്റുള്ളവരെ സഹായിക്കട്ടെ, അതുപോലെ നിങ്ങളുടെ ഹൃദയം മറ്റുള്ളവരെ സ്നേഹിക്കട്ടെ. ഓക്കെ, മദർ തെരേസ നമ്മളോട് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ഇവിടെ എന്താണ് നിങ്ങൾ കാണുന്നത്? ഒരു പിക്ചർ, 2 പിക്ചേഴ്സ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് പിക്ചർ എന്താണ്? എ ഗേൾ സെർവിങ് ഫുഡ് ടു ദ ബേർഡ്സ്. ദാറ്റ് ഈസ് എ ഗുഡ് ക്യാരക്ടർ. ഷീ ഈസ് എ good character. And the second picture is a boy harassing his friends. അല്ലേ? ഒരു ആൺകുട്ടി അവൻ്റെ ഫ്രണ്ട്സിനെ ഹറാസ് ചെയ്യാണ്, ചളി തെറിപ്പിച്ച് അല്ലേ ബുദ്ധിമുട്ടിക്കുന്നു, ഉപദ്രവിക്കുന്നു. ഹറാസിങ് ഹിസ് ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് എ ബാഡ് ഹാബിറ്റ് അല്ലേ? കമ്പയർ ദ എബോവ് പിക്ചേഴ്സ്. വാട്ട് ആർ യുവർ കമൻറ്റ്സ്? ഷീ ഈസ് എ ഗുഡ് ക്യാരക്ടർ, ഇറ്റ് ഈസ് എ habit, and he is a bad character and it is a bad habit അല്ലേ? സ്റ്റോറിയിലേക്ക് പോകാം. എ സണ്ണി മോർണിംഗ്. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. സൂര്യൻ രാവിലെ തന്നെ ജനലിലൂടെ എത്തി നോക്കുന്നു. അതായത് നല്ല രാവിലെ ആയിട്ടുണ്ട് എന്നർത്ഥം. ജനാലയിൽ കൂടി എത്തി നോക്കി. സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. സാഷ, നേരം വൈകി എണീക്കെന്നാണ് അമ്മ വിളിക്കുക. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അമ്മയുടെ വോയിസ് നോക്കൂ, പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, സോഫ്റ്റ് വോയിസിലാണ് വിളിക്കുന്നത്. അല്ല സാഷ എണീക്കടി, അങ്ങനെയല്ല. സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. നേരം നല്ലോണം വൈകി മോളെ, എഴുന്നേക്കൂ. ഷീ വാസ് ഹാഫ് എ സ്ലീപ്പ്. അവൾ പകുതി ഉറക്കത്തിലാണ് അപ്പോഴും. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അപ്പോൾ അവൾ എന്താ പറയുന്നത് പാതി ഉറക്കത്തിൽ? അമ്മേ, ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്.
നോക്കൂ, പറ്റില്ല, ഇപ്പോൾ തന്നെ വൈകി. മദർ കെയിം ഇൻ ആൻഡ് ജെന്റിലി പാറ്റഡ് ഹെർ. അമ്മ അകത്തേക്ക് വന്ന് ജെന്റിലി പാറ്റഡ്, പതുക്കെ അവളിങ്ങനെ തട്ടി തട്ടി വിളിക്കാം. വാട്ട് ഈസ് ദ സ്മെൽ? ഓക്കെ. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്. സാഷ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. റബ്ബിങ് ഹെർ ഐസ്, കണ്ണ് തിരുമ്മി. റബ്ബിങ്, ഇങ്ങനെ കണ്ണ് തിരുമ്മുക. വാട്ട് ഈസ് ദാറ്റ് സ്മെൽ? എന്താണ് ആ മണം? നല്ല മണം. ഷീ ടുക്ക് എ ഡീപ്പ് ബ്രെത്ത്. അവൾ നല്ല, എന്താ അത് നല്ല മണം. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. അവൾ അടുക്കളയ്ക്ക് ഇങ്ങോട്ട് ഓടിപ്പോയി ആ മണം കേട്ടിട്ട്. മദർ ഫോളോഡ് ഹെർ. അമ്മ അവളുടെ പുറകെ ചെന്നു. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്താണ് സാഷ കിച്ചണിലേക്ക് ഓടിയത്? സാഷ റഷ്ഡ് ടു ദ കിച്ചൺ ടു നോ വാട്ട് ദ ലവ്ലി സ്മെൽ വാസ്. വാട്ട് ദ ലവ്ലി സ്മെൽ വാസ്. എന്താണ് നല്ല മണം എന്നറിയാനാണ് സാഷ അടുക്കളയിലേക്ക് ഓടിയത്, അല്ലേ? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അവൾ എന്തായിരിക്കും കിച്ചണിൽ കണ്ടിട്ടുണ്ടായിരിക്കുക? ഷീ വിൽ സീ ഹെർ ഫേവററ്റ് സ്നാക്ക് ഇൻ ദ കിച്ചൺ. എന്തോ ഒരു സ്നാക്കിൻ്റെ മണമാണ്. അവൾ അവളുടെ ഫേവറേറ്റ് സ്നാക്ക് ആയിരിക്കും കാണുക. ഓക്കെ, സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. എന്താണ് സാഷയുടെ ഇഷ്ടപ്പെട്ട പലഹാരം? ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. ഫാദർ കിച്ചണിൽ നല്ല തിരക്കിലാണ്. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹി സെഡ്. സാഷ, നിന്റെ ഫേവറേറ്റ് പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞു. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? അമ്മ, ഞാനിതിന്ന് കുറച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോട്ടെ? സാഷ ആസ്ക്ഡ്. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി. നീ കൊണ്ടേക്കോളൂ, പോയി റെഡി ആക് എന്നാണ് അമ്മ പറയുന്നത്. മദർ സെഡ്. ഷീ വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. നമ്മളൊക്കെ സാധാരണ ബാത്റൂം എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇതിന് ഒരു പുതിയ വേർഡാണ് വാഷ്റൂം. നമ്മൾ ഹോട്ടലിലൊക്കെ എഴുതി വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കും വാഷ്റൂം എന്ന്. അപ്പോൾ അവൾ അങ്ങനെ വാഷ്റൂമിലേക്ക് പോയി. സാഷ, ആറിൻറ്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ, ഹെർ ഫ്രണ്ട്. അപ്പോഴേക്ക് നവീൻ അവിടെ എത്തിക്കഴിഞ്ഞു. നവീൻ ചോദിക്കുകയാണ്, സാഷ, ആറിൻറ്റ് യു റെഡി? നീ ഇനിയും റെഡി ആയില്ലേ? യെറ്റ്, ഇനിയും. ഹീ വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവൻ ഗേറ്റിൽ കാത്തു നിൽക്കുകയായിരുന്നു. ജസ്റ്റ് 5 minutes. സാഷ ഹറീഡ് അപ്പ്. 5 മിനിറ്റ്. സാഷ ഹറീഡ് അപ്പ്, പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? എന്താണ് സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക്? ഇഷ്ടപ്പെട്ട പലഹാരം എന്താണ്? ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്കതൊരു ഗസ് ചെയ്യാൻ പറ്റുമോ? ആ അച്ഛൻ ഉണ്ടാക്കുന്ന ചട്ടി നോക്കൂ. ലുക്ക് അറ്റ് ദ പാൻ ഓൺ ദ stove. Look at the pan on the stove. Yes. I guess Sasha's favorite snack is unniyappam. I can guess it from the shape of the pan. പാനിൻ്റെ ഷേപ്പിൽ നിന്നാണ് എനിക്ക് അത് ഉണ്ണിയപ്പമാണെന്ന് ഗസ് ചെയ്യാൻ കഴിഞ്ഞത്. The surprise. Sasha and Naveen reached school just before the bell rang. ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പാണ് സാഷയും നവീനും സ്കൂളിലെത്തിയത്. ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട് ഈസ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. അപ്പോഴാണ് നവീൻ, നിന്റെ ബാഗിൽ എന്താണ് ഇത്ര നല്ലൊരു മണം എന്ന് ചോദിച്ചത്. ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അത് സർപ്രൈസാണ്, നീ കുറച്ച് നേരം കൂടി കാത്തിരിക്കൂ. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അങ്ങനെ അവൾ ടിഫിൻ ബോക്സ് എടുത്ത് ചോറുപാത്രത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അത് തുറന്നു. വാവ്, ഉണ്ണിയപ്പം! നവീൻ എക്സ്ക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിശയത്തിൽ പറയാണ്. എക്സ്ക്ലെയിംഡ്, അയ്യോ ഉണ്ണിയപ്പം, ഹായ്! ഓൾ ദ ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ്സ് സാഷ. എല്ലാ കുട്ടികളും സാഷയുടെ അടുത്തേക്ക് ഓടി. അവൻ പറയുന്നത് കേട്ടിട്ടേ. വെയിറ്റ്, ഡോണ്ട് റഷ്.
ദർ ഇസ് ഇനഫ് ഫോർ എവ്രി വൺ. ഇനഫ് ഫോർ എവ്രി വൺ, എല്ലാവർക്കും ഉള്ളതുണ്ട്, തിരക്ക് കൂട്ടണ്ട. അറ്റ് ദാറ്റ് മൊമെന്റ് സംവൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. ആ സമയത്ത് ആരോ ആ ജനാലക്കിൽ വന്നു. ആരാണെന്ന് അവർക്കൊന്നും അറിയില്ല. സാഷ സോ സംബഡി അറ്റ് ദ വിൻഡോ. ആരാ കണ്ടിരിക്കുന്നത്? സാഷ. ഹേയ്, ഹു ഇസ് ദാറ്റ്? അവൾ ചോദിക്കുകയാണ്, ആരാ അത്? ഹു ഇസ് ദാറ്റ്? ഹു കുഡ് ദാറ്റ് ബി? ഹു കുഡ് ദാറ്റ് ബി? അത് ആരായിരിക്കും? ഹു കുഡ് ദാറ്റ് ബി? അറിയില്ല അല്ലേ? നോക്കാം. എ ഗേൾ അറ്റ് ദ വിൻഡോ. ഓ, ഇത് ഗേളാണ് വന്നിരിക്കുന്നത്. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ നോക്കിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി. ഐ ഹാവ് സീൻ ഹെർ സംവേർ, ഹി സെഡ്. ഞാൻ ഇവളെ എവിടെയോ കണ്ടിട്ടുണ്ട്, അവൻ പറഞ്ഞു. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ഗേള് അവരൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയായിരുന്നു. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. അവളുടെ മെസ്സി ഹെയർ എന്ന് പറഞ്ഞാൽ പാറി പറന്ന മുടി. എന്താണ്? സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്, കാറ്റിലിങ്ങനെ ഇളകുന്നു. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവൾ വളരെ ക്ഷീണിതയായിട്ട് കണ്ടു. സാഷ വെന്റ് ടു ദ വിൻഡോ. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ ജനലിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ടോ ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം, അവൾക്കും ഒരു ഉണ്ണിയപ്പം സാഷ നീട്ടി. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷേ പെൺകുട്ടി അത് വാങ്ങാതെ ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷ അവൾ പോകുന്നത് ഇങ്ങനെ നോക്കി. ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷേ ഈ പെൺകുട്ടി ആ കുറ്റിച്ചെടിയുടെ പിന്നിൽ എവിടെയോ മറഞ്ഞു. പിന്നെ അവളെ കണ്ടില്ല. വേർ ഡസ് ഷീ ലീവ്? എന്താണ്? അവൾ എവിടെയാണ് താമസിക്കുന്നത്? സാഷ ആസ്ക്ഡ് നവീൻ, ഹൂ വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അവൻ ഇങ്ങനെ ഉണ്ണിയപ്പം വലിയൊരു കഷ്ണം കടിച്ചിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനോടാണ് ചോദിക്കുന്നത്, നവീനോട്. ഐ ഡോണ്ട് നോ, ഹി സെഡ്. എനിക്കറിയില്ല, അവൻ പറഞ്ഞു. പുവർ ഗേൾ, പാവം പെൺകുട്ടി. ഹെർ ക്ലോത്ത്സ് ആർ ടോൺ. ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കീറിയിരിക്കുന്നു. ഹെർ ക്ലോത്ത്സ്, അവളുടെ വസ്ത്രങ്ങളെല്ലാം കീറിയിരിക്കുന്നു. സാഷ സെഡ്. സാഷ പറഞ്ഞു. വൈ ഡിഡിൻറ്റ് ദ ഗേൾ ആക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഉണ്ണിയപ്പം സ്വീകരിക്കാതിരുന്നത്? ദ ഗേൾ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ഉണ്ണിയപ്പം ബിക്കോസ്, എന്താണ് കാരണം? ഹെർ പാരൻസ് മൈറ്റ് ഹാവ് ടോൾഡ് ഹെർ നോട്ട് ടു ആക്സെപ്റ്റ് ഫുഡ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. നമ്മളെല്ലാവരോടും അമ്മയും അച്ഛനും പറയുന്നതാണ് നോട്ട് ആക്സെപ്റ്റ് ഫുഡ് ഓർ ടോയ്സ് ഓർ ടോഫി ഫ്രം സ്ട്രേഞ്ചേഴ്സ്. അറിയാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് മിഠായിയോ സ്നാക്സോ ടോയ്സോ ഒന്നും വാങ്ങരുത്. ചിലപ്പോൾ അവളോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? ടോൾഡ് ഹെർ, മൈറ്റ് ഹാവ് ടോൾഡ് ഹെർ, പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് അവർ വിചാരിക്കുന്നത്. നോട്ട് ടു ആക്സെപ്റ്റ് ഫുഡ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. നെക്സ്റ്റ്, ദ ഗേൾ കംസ് അഗെയിൻ. പെൺകുട്ടി വീണ്ടും വന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. Miss Anupama, their teacher, was singing a song in the class. ടീച്ചർ ഒരു സോങ് ക്ലാസ്സിൽ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് പാടുന്നത്? The best of friends can change a frown into a smile when you feel down. ഏറ്റവും നല്ല കൂട്ടുകാർക്ക് നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ സങ്കടത്തെ പുഞ്ചിരിയാക്കി മാറ്റാൻ കഴിയും എന്നാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പാടിക്കൊണ്ടിരുന്നത്. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. അപ്പോഴാണ് സാഷ വീണ്ടും ആ പെൺകുട്ടിയെ വാതിൽക്കൽ കണ്ടത്. പൂർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ. സാഷ മർമേഡ്. മർമേഡ് എന്ന് പറഞ്ഞാൽ അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുക, ശബ്ദം താത്തിയിട്ട്. എനിക്ക് തോന്നുന്നു അവൾക്ക് അകത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്ന്. ലിസൺ, said the teacher. Hearing the teacher's voice, the girl ran away. ടീച്ചർ പറയാണ്, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ടീച്ചറിൻ്റെ ശബ്ദം കേട്ടതും പെൺകുട്ടി വീണ്ടും ഓടിപ്പോയി. Why did the girl come again? എന്തുകൊണ്ടായിരിക്കും കുട്ടി വീണ്ടും വന്നത്? The girl come again to listen the class. അല്ലേ? ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയായിരിക്കും കുട്ടി
വീണ്ടും വന്നത്. The girl came again. Okay, Kamala came. The girl came again to listen to the class. Okay, next, a lullaby. A lullaby. Lullaby means താരാട്ട്. കുഞ്ഞുങ്ങളെ ഉറക്കുന്ന പാട്ടാണ് താരാട്ട്. അതിന് പറയുന്ന പേരാണ് ലുല്ലബി. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വേർ വാക്കിംഗ് ഹോം. സാഷയും നവീനും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമായിരുന്നു. നടന്നാണ് പോകുന്നത് കേട്ടോ. വേർ വാക്കിംഗ് ഹോം. ഓൺ ദ വേ ദേ ഹേർഡ് സംവൺ സിംഗിങ് എ സോങ്. ഇങ്ങനെ പോകുമ്പോൾ ആരോ ഒരു പാട്ട് പാടുന്നത് കേട്ടു. എന്താണ് അവർ പാടുന്നത്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. എന്താ അവൾ പാടുന്നത്? ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് എന്താണ്? വിൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ കഴിയും. യുവർ ലിറ്റിൽ ട്രയൽസ്, നിങ്ങളുടെ ചെറിയ വിഷമങ്ങൾ പോലും അടുത്ത കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ലെൻഡ് എ ഹാൻഡ്, ഒരു കൈ തന്ന് സഹായിക്കാനും കഴിയും. നവീൻ, ഡു യു ഹിയർ ദ സോങ്? സാഷ ആസ്ക്ഡ്. നവീൻ, നീ ആ പാട്ട് കേട്ടില്ലേ? സാഷ ചോദിച്ചു. ദാറ്റ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് us ടുഡേ. ആ സോങ് നമ്മൾ ടീച്ചർ ഇന്ന് പഠിപ്പിച്ചതല്ലേ? അതല്ലേ ആ പാട്ട്? നവീൻ റിപ്ലൈഡ്. ബട്ട് ഹൂ ഈസ് സിംഗിങ്? പക്ഷെ ആരാണിത് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമുക്ക് പോയി നോക്കാം. ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? നിങ്ങൾ വിചാരിക്കുന്നത് ആരാണ് പാടുന്നത് എന്നാണ്? ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? ഐ തിങ്ക് ഇറ്റ് ഈസ് ദ ഗേൾ ഹൂ വാസ് സിംഗിങ്. അത് ആ പെൺകുട്ടി ആയിരിക്കും പാടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാമല്ലേ? എ പ്ലസന്റ് സർപ്രൈസ്, ഒരു സന്തോഷകരമായ സർപ്രൈസ്. സർപ്രൈസ് മീൻസ് എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കുന്നതാണ് സർപ്രൈസ്. അപ്പോൾ ഇവിടെ സർപ്രൈസ് നല്ല സന്തോഷമുള്ളതാണ്. പ്ലസന്റ് സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. ആ പെൺകുട്ടിയെ സാഷയും നവീനും ഒരു മരത്തിൻ്റെ അടുത്ത് കണ്ടു. ഷീ വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അവൾ എന്താണ് ചെയ്യുന്നത്? അവളുടെ കുഞ്ഞനിയനെ പാട്ടുപാടി തൊട്ടിലാട്ടുക. ക്രാഡ്ലിംഗ്, തൊട്ടിലാട്ടുക. ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺഡ് ദ സോങ്? എത്ര വേഗമാണ് അവൾ ആ പാട്ട് പഠിച്ചത്? ഹൗ ക്വിക്ക്ലി, എത്ര വേഗത്തിൽ. ഹാസ് ഷീ ലേൺഡ് ദ സോങ്, അവൾ ആ സോങ് പഠിച്ചത്. നവീൻ വിസ്പേർഡ് ടു സാഷ. നവീന് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ചെവിയിൽ മന്ത്രിക്കുകയാണ്. എത്ര വേഗമാണ് അവൾ പാട്ട് പഠിച്ചത് എന്ന്. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. നോക്കൂ, അവൾ മൂന്നാമത്തെ തവണയാണ് അവരെ കണ്ടത് അല്ലേ? അവൾ ഇപ്പോൾ അവളോട് ചിരിച്ചു. ഷീ ട്രൈഡ് ടു കോംബ് ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. അവൾ അവളുടെ ആ വരണ്ട മുടി ഒതുക്കി വെക്കാൻ വേണ്ടി ശ്രമിച്ചു. യു സിംഗ് ബ്യൂട്ടിഫുള്ളി, നീ നന്നായി പാടുന്നുണ്ട്. നവീൻ അപ്രീഷിയേറ്റഡ് ഹെർ. നവീൻ അവളെ അഭിനന്ദിച്ചു, പ്രശംസിച്ചു. സാഷ വാണ്ടഡ് ടു ഗീവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സാഷയ്ക്ക് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി. വാട്ട് വുഡ് ബി സാഷാസ് ഗിഫ്റ്റ്? എന്തായിരിക്കും സാഷയുടെ ഗിഫ്റ്റ്? സാഷ സ്കൂളിൽ നിന്ന് വരികയാണ് അല്ലേ? സമ്മാനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാലും അവൾ എന്തായിരിക്കും കൊടുക്കുക? ഐ ഗസ് ഇറ്റ് വുഡ് ബി സംതിങ് വിച്ച് ദ ഗേൾ ലൈക്സ്. എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള എന്തോ ആയിരിക്കും സാഷ കൊടുക്കാൻ പോകുന്നത് അല്ലേ? നോക്കാം. ദ ഗിഫ്റ്റ്. സാഷ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ആഹാ, അവള് ബാഗ് തുറന്ന് ഒരു ബുക്ക് എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതെന്ത് ബുക്കാണ്? ഒരു പിക്ചർ സ്റ്റോറി ബുക്കാണ്. ഹിയർസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇതാ നിനക്കൊരു സമ്മാനം. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. സാഷ അത് അവൾക്ക് കൊടുത്തു. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. ഗേൾ അവളുടെ കയ്യെ സ്കേർട്ടിൽ ഞാൻ തുടച്ചു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ ആ ബുക്ക് ഒരു പുഞ്ചിരിയോട് കൂടി സ്വീകരിച്ചു. കബിത, ഹു ഈസ് ദർ? ഹെർ മദർ കോൾഡ് ഔട്ട്. കബിത എന്നാണ് അവളുടെ പേര്. അവളെ വിളിക്കുകയാണ്. കബിത, ഹു ഈസ് ദർ? ലെറ്റ്സ് ഗോ. നവീൻ ഹറീഡ് ഹിയറിംഗ് ദ വോയിസ്. നമുക്ക് പോകാമെന്ന് നവീൻ പെട്ടെന്ന് പറഞ്ഞു. അമ്മ അവിടെ ഉണ്ടല്ലോ. അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ
വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ, സാഷ സജസ്റ്റഡ്. നമുക്ക് ഈ അനു ടീച്ചറോട് കവിതയുടെ കാര്യം പറയാം, അവർക്ക് ഇവളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, സാഷ പറഞ്ഞു. ദ സ്മൈൽ, പുഞ്ചിരി. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. ലെറ്റ്സ് വെൽക്കം ഹെർ. കുട്ടികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ ഫ്രണ്ടുണ്ട്. അവൾ കുറേ ദൂരെ നിന്നാണ്. നമുക്ക് അവളെ ഇവിടേക്ക് വെൽക്കം ചെയ്യാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ഹെഡ് മാസ്റ്റർ കവിതയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്? സ്കൂൾ അസംബ്ലി. ഷി കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. ഇപ്പോൾ അവൾ എന്താണ് ഇട്ടിരിക്കുന്നത്? സ്കൂൾ യൂണിഫോമാണ്. അത് ഇട്ടുകൊണ്ട് അവൾ മുന്നോട്ട് വന്നു. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവരി വൺ. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവരി വൺ. അവൾ എല്ലാവരെയും നോക്കി ഹൃദ്യമായി ചിരിച്ചു. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. കവിതയുടെ പാരൻസിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഓൾ ദി ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാ കുട്ടികളും കൈയടിച്ചു. ഐ കൺഗ്രാറ്റുലേറ്റ് സാഷ ആൻഡ് നവീൻ. ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ അസ്. സാഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡൈസ്. എന്താണ് ഡൈസ്? ഡൈസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റേജിലേക്ക്. ഇപ്പോൾ സ്റ്റേജ് ഉണ്ടാവുമല്ലോ, കുട്ടികൾ താഴെയും ഇവരൊക്കെ സ്റ്റേജിലുമാണ്. പിക്ചർ നോക്കൂ, അതാണ്. പ്ലീസ് കം ടു ദ ഡൈസ്. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ഹെഡ് മാസ്റ്ററും ക്ലാപ്പ് ചെയ്തുകൊണ്ട് എല്ലാവരെയും എൻകറേജ് ചെയ്തു. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സാഷ ആൻഡ് നവീൻ ടു ദ ഡീസ്? എന്തുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർ സാഷയും നവീനെയും ഡീസിലേക്ക് വിളിച്ചത്? സ്റ്റേജിലേക്ക് വിളിച്ചത് എന്തിനാണ്? ബിക്കോസ് ഫോർ ഹെൽപ്പിംഗ് കവിത ടു ജോയിൻ ടു ദ സ്കൂൾ. ഫോർ ഹെൽപ്പിംഗ് കവിത ടു ജോയിൻ ദ സ്കൂൾ. Tears of joy. Tears of joy. Sasha and Naveen moved towards the stage. സാഷയും നവീനും സ്റ്റേജിലേക്ക് വന്നു. The headmaster shook hands with them. ഹെഡ്മാസ്റ്റർ അവരുടെ കൈ പിടിച്ച് കുലുക്കി. shook hands, ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. All the children applauded. applauded എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയടിക്കുക. applause, കൈയടി. applauded, കൈയടിച്ചു. them again. കവിത looked at Sasha and Naveen. കവിത സാഷയും നവീനെയും നോക്കി. her eyes brightened with gratitude. അവളുടെ കണ്ണുകൾ നന്ദി കൊണ്ടിങ്ങനെ തിളങ്ങുക. അവൾക്ക് നന്ദിയുണ്ട് ഇവരോട് രണ്ടുപേരോടും, സന്തോഷവുമുണ്ട്. അങ്ങനെ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. അനു ടീച്ചർ ഇന്നലെ പാടിയ ആ സോങ് എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ വന്ന് പതിച്ചു. എന്തായിരുന്നു? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. ഗീവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? ഏറ്റവും നല്ല കൂട്ടുകാർ. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. വർത്ത് എന്ന് പറഞ്ഞാൽ വില പിടിച്ചതാണ്, വിലമതിക്കുന്നതാണ്. എന്തിനേക്കാൾ? മോർ ദാൻ ഗോൾഡ്, ഗോൾഡിനേക്കാൾ വിലമതിക്കുന്നതാണ്. ഗീവ് ഓൾ ദ ലവ്, എന്താണ്? മുഴുവൻ സ്നേഹവും നൽകുന്നു. എ ഹാർട്ട് ക്യാൻ ഹോൾഡ്, ഒരു ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനേക്കാൾ കൂടുതൽ സ്നേഹം നൽകുന്നു. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. ടീച്ചർ മുന്നേക്ക് വന്ന് കവിതയെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. ദ ഗേൾ സ്മൈൽഡ്. A tiny drop of tear glittered in the corner of her eyes. അവളുടെ കൺകോണുകളിൽ, കോർണർ ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ കൺകോണുകളിൽ രണ്ട് കണ്ണുനീരുണ്ടായിരുന്നു. എ ഡ്രോപ്പ് ഓഫ് ടിയർ. വൈ ഡിഡ് കവിത സ്മൈൽ? എന്തുകൊണ്ടാണ് കവിത പുഞ്ചിരിച്ചത്? ബിക്കോസ് ഷി കുഡ് ജോയിൻ ദ സ്കൂൾ. അവൾക്ക് സ്കൂളിൽ ചേരാൻ കഴിഞ്ഞു. ഓക്കെ. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ
ഇവിടെ വേർഡ്സ് ഉണ്ട്, അതിൻ്റെ മീനിങ്ങും ഇംഗ്ലീഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആക്സെപ്റ്റ്, ടു റിസീവ്, സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്ലാഡ്, അതെന്താ വായിക്കേണ്ടത്? അപ്ലാഡ്. ടു ക്ലാപ്പ് ഹാൻഡ്സ്. അപ്രീഷിയേറ്റ്, അപ്രീഷിയേറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടു കൺഗ്രാജുലേറ്റ്. കൺഗ്രാജുലേറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ട്. ഡീസ്, ഇതിൻ്റെ വാക്ക് ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? ഡീസ്, എ റേസ്ഡ് പ്ലാറ്റ്ഫോം, ഒരു ഉയർന്ന പ്ലാറ്റ്ഫോം, നമ്മൾ പറയാറുള്ള പോലെ സ്റ്റേജ്. അങ്ങനെ ഇവിടെ ഓരോ വാക്കിൻ്റെയും അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുക, നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക.